ടൂ വീലർ EV സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു കമ്പനിയാണ് ഓല ഇലക്ട്രിക്. അപ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, അവർ 3 വീലർ സെഗ്മെൻറ്റിലും കൂടി അവർ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്ക് വന്നിട്ട് 2 വീലർ സെഗ്മെൻറ്റിൽ വണ്ടികളുണ്ട്, അതായത് സ്കൂട്ടർ സെഗ്മെൻറ്റിലും അവർ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈക്ക് സെഗ്മെൻറ്റിൽ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടാതെ അവരിപ്പോൾ 4 വീലർ സെഗ്മെൻറ്റിൽ അവർ പുതിയ വണ്ടി ഇറക്കാൻ പോകുന്നൊക്കെ ന്യൂസ് അപ്ഡേറ്റ്സ് പല മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്താണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അവർ 3 വീലർ സെഗ്മെൻറ്റിലേക്ക് അവർ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് വന്നിട്ട് രാഖി എന്നാണ്, ആ പ്രൊജക്റ്റിൻ്റെ പേര്, അതായത് ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയുടെ പേര് വന്നിട്ട് രാഖി എന്നാണ് അവർ പേരിട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രാഖിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നമുക്ക് ഓല ഇലക്ട്രിക്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഏതൊരു വണ്ടി ആയിക്കോട്ടെ പുതിയ സെഗ്മെൻറ്റിൽ ഇറക്കാൻ വേണ്ടി അവർ എപ്പോഴും മുന്നിൽ നിൽക്കാനുള്ള കമ്പനിയാണ് ഓല ഇലക്ട്രിക്. അവരുടെ ഭാഗത്ത് നമുക്ക് മെയിൻലി കണ്ടുള്ള ഇഷ്യൂസ് വന്നിട്ട് ആഫ്റ്റർ സെയിൽ സർവീസാണ്. ബാക്കി നമ്മൾ വണ്ടി ടെക്നോളജി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കാനുള്ള കമ്പനിയാണ് ഓല ഇലക്ട്രിക്. പക്ഷേ നമുക്ക് സർവീസിൻ്റെ കേസിൽ മാത്രമാണ് അവർ കുറച്ച് ബാക്കിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി റീസെൻ്റ്ലി ഇപ്പോൾ ഓലയുടെ ഭാഗത്ത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ONDC എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ത്രൂ അവർ വണ്ടിയിൽ വിൽക്കാൻ പോവാണ്. അതായത് നമുക്കിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കമ്പനി ഒരു കടയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടയിൽ ത്രൂ നിങ്ങൾക്ക് ഓലയുടെ വണ്ടി വിൽക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് സർവീസ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓലയുടെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് പോയി നമ്മൾ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് പാർട്ടികളുടെ സർവീസ് സെൻറ്റേഴ്സ് ത്രൂ ഓല വണ്ടി വിൽക്കാൻ പോകുന്ന ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഓല എപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കാനുള്ള കമ്പനി പുതിയ ടെക്നോളജി ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓലയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ആ പ്രൊജക്റ്റിൻ്റെ പേര് വന്നിട്ട് രാഖി എന്നാണ്. ഇപ്പോൾ ഗുഡ് ന്യൂസ് ഉള്ളത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലെ റോഡ്സിൽ രാഖി എന്നുള്ള ഓട്ടോറിക്ഷ ടെസ്റ്റ് ചെയ്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് റോഡ് ടെസ്റ്റ് കണ്ടീഷനിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ വന്നിട്ട് ഒരു കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നമുക്ക് വരുന്നത് സ്ക്വയർ ഷേപ്ഡ് ഒരു LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. മാത്രമല്ല കുറച്ച് വൈഡർ ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ വൈപ്പർ ബ്ലേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി റിവീൽ ചെയ്ത് തുടങ്ങി, ഓരോരോ പീസ് ബൈ പീസായിട്ട് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ രാഖി എന്നുള്ള വണ്ടി ഇറങ്ങുന്നതായി ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്നാലും ഓലയുടെ ഒഫീഷ്യൽ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിൽ ഉപയോഗിച്ചുള്ള മോട്ടർ വന്നിട്ട് കുറച്ച് ഹയർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മോട്ടർ ആയിരിക്കുന്നതാണ് ഓല പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വേറെ കാര്യം റിവീൽ ചെയ്തിട്ടുള്ളത് ഒരു റിമൂവൽ ബാറ്ററി സിസ്റ്റം ഓല ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, റീസെൻ്റ്ലി വന്നിട്ട് ഒരു 2 പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററി സിസ്റ്റത്തെ കുറിച്ച്. അപ്പോൾ എന്തായാലും പുതിയൊരു ബാറ്ററി സിസ്റ്റം ആയിരിക്കും വണ്ടിക്കകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ വേറെ കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഇലക്ട്രിക് ബൈക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് ഓല ഒരു പുതിയൊരു ബാറ്ററി സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, റിമൂവൽ ടൈപ്പ് ബാറ്ററിയാണ്. ഒരു ചാർജിങ് ഡോക്കും എല്ലാം വെച്ചിട്ട് ഒരു വണ്ടി ഒരു റിമൂവൽ ബാറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പേറ്റന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും റിമൂവൽ ബാറ്ററി നമ്മുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടറും അതുപോലെ ഓലയുടെ രാഖി എന്നുള്ള വണ്ടിക്കകത്ത് വരാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. അതിനൊപ്പം തന്നെ വേറെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഓല വന്നിട്ട് വേറെ 2 പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ആദ്യത്തെ വന്നിട്ട് ഒരു പാസഞ്ചർ ഒരു ഓട്ടോറിക്ഷയും അവർ രണ്ടാമത് വന്നിട്ട് കൊമേഴ്ഷ്യൽ അതായത് കാർഗോ ഓട്ടോറിക്ഷയാണ് പറയുന്നത്. അങ്ങനെ 2 പേറ്റൻസ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനലി നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഓല വന്നിട്ട് കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലേക്ക് കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ രാഖി എന്നുള്ള വണ്ടി വന്നിട്ട് ഫൈനൽ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഓലയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിലെ റോഡ്സിൽ വണ്ടി വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി, അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെച്ചാലും മതി. അതിനൊപ്പം തന്നെ വേറൊരു അപ്ഡേറ്റ് ഉള്ളത്, ഓലയുടെ പുതിയ രാഖി എന്നുള്ള ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയ ഭാരത് സെൽ ആയിരിക്കും ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട്. അത് ഓട്ടോറിക്ഷ മാത്രമല്ല, ഓലയുടെ ഫ്യൂച്ചറിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാ വണ്ടിക്കകത്ത്, അത് ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂട്ടർ ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ എല്ലാത്തിനും അത് വരാൻ പോകുന്നത് പുതിയ ഭാരത് സെല്ലായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ചാർജിങ് കപ്പാസിറ്റി കൂടി ഒരു ബാറ്ററി സിസ്റ്റമാണ് ഭാരത് സെൽ. ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് വീഡിയോ ലെങ്ത് ആയി പോകത്തുള്ളൂ, ഞാൻ പറയാത്തത്. അപ്പോൾ അതിൽ കണ്ടിട്ട് ജസ്റ്റ് കണ്ടാൽ മതിയെ. ഇപ്പോൾ നമ്മൾ രാഖിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര ട്രയോവും അതുപോലെ പിയാജി ആപ്പെ അതുപോലെ ബജാജ് ഓട്ടോറിക്ഷയായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ 3 വണ്ടിയുടെയും കേസ് നമുക്കറിയാം, നമുക്കൊരു റിയൽ വേൾഡ് റേഞ്ച് 100-110 കിലോമീറ്ററാണ് റിയൽ വേൾഡ് കിട്ടാറുള്ളൂ. അപ്പോൾ ഓല ആ സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് റേഞ്ചിനെ അത് കാര്യമായി കൺസിഡർ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമുക്കറിയാം ഓലയുടെ കേസ് മെയിൻലി ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു ടെക്നിക്കലി പുതിയ വണ്ടി ഇറക്കുന്ന കാര്യത്തിൽ തന്നെയായിരിക്കും. അത് മാത്രമല്ല അവർക്ക് MOVOS 4ന്റെ ബെനിഫിറ്റ്സ് അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് വണ്ടി ഇറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ വേറെ കാര്യമുള്ളത് റീസണബിളി പ്രൈസ്ഡും ആയിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ മെയിൻ ഒരു ടെക്നിക്കാണത്, റീസണബിളി പ്രൈസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമുക്ക് വണ്ടി ഇറക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ഒന്നാം സ്ഥാനം നിൽക്കാൻ തന്നെ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേസിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഈ വണ്ടിക്കകത്ത് അങ്ങനെ റേറ്റ് കുറച്ചായിരിക്കും വണ്ടിയുടെ ഓട്ടോറിക്ഷ ഇറക്കാൻ പോകുന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും വണ്ടിയൊക്കെ നല്ലതാണ് എല്ലാം നിങ്ങൾ പറയും, പക്ഷേ ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ലെങ്കിൽ പിന്നെ വണ്ടിയോട് എന്താ യൂസ് എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിച്ച് എനിക്ക് ആക്ച്വലി അതിൽ ആൻസർ ഒന്നും ഇല്ല. കുറേ ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്കതിൽ ആൻസർ ഒന്നും ഇല്ല. ഓരോ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ONDC പ്ലാറ്റ്ഫോം ത്രൂ വണ്ടി വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓലയുടെ പെർഫോമൻസ് കാര്യമായ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓല നമ്പർ 1 തന്നെയായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയാണ്, റീസണബിൾ
റീസണബിളി പ്രൈസ്ഡും ആണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഓല അവരുടെ സർവീസ് വളരെ മോശം എന്നുള്ള മനസ്സിലാക്കിയിട്ട് പുതിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വരാൻ പോകുന്ന മാസങ്ങൾ അറിയാൻ പറ്റും എങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ സെയിൽസ് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ധാരാളം ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് ഓലയുടെ ഗ്രോത്ത് പോയിട്ടുള്ളത്. നമുക്ക് 33% നെഗറ്റീവ് സൈഡിലേക്കാണ് റിപ്രസേഷൻ വന്നിട്ടുള്ള മന്ത്ലി സെയിൽസിൻ്റെ കേസിൽ. അപ്പോൾ അത് ഓല മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അതാണ് പുതിയൊരു ഓഫേഴ്സാണ് ഓല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഭാഗത്ത് നിന്ന് ഓണം ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഈ വീഡിയോ പറയുന്നില്ല, വെറുതെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഓണത്തിന് വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓല വണ്ടികൾക്ക് റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡീലായിരിക്കും. അതിനൊപ്പം തന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പെയ്ഡൊന്നുമല്ല, ഒരു പെയ്ഡ് പ്രൊമോഷൻ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് കണ്ടു, ഞാനിപ്പോൾ ബജാജിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഓലയെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടു കമൻറ്റ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോസും പെയ്ഡ് പ്രൊമോട്ട് അല്ല. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.